ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ചെയ്ത ഒരു പുതിയ വീടിന്റെ വർക്ക്, അതിന്റെ വിശേഷങ്ങളും വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ പണിത വീടിന്റെ ഫ്രണ്ട് വ്യൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വീടിന്റെ മതിലിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമ്മളെ വീടിന്റെ മതിലാണ്. ഈ മതിലിന്റെ പണിയുന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഫിനിഷിംഗ് വർക്ക് ആയിട്ടുള്ള മതിലിന്റെ വ്യൂ. പിന്നെ നമുക്ക് പുറത്തു നിന്ന് കാണാവുന്ന ഭാഗം മേളിൽ നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്രിക്സിന്റെ ഇഷ്ടികയുടെ രീതിയിലുള്ള ഒരു വർക്കാണ് നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നത്. വൺ സൈഡാണ് നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പറെ ഒരു സ്ഥലത്തുണ്ട്, അത് നമ്മള് നാച്ചുറൽ സ്റ്റോൺ ആണ്, അതായത് ഇഷ്ടിക തന്നെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ രണ്ട് ഭാഗത്താണ് നമ്മൾ ഫ്രണ്ട് വ്യൂവില് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് റെയിലിന്റെ ഗ്രില്ല് വന്നിരിക്കുന്നത് ഓപ്പൺ സിറ്റ് ഔട്ട്, ഫസ്റ്റ് ഫ്ലോറിലെ ഓപ്പൺ സിറ്റ് ഔട്ടില് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് റെയിലിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് വെച്ചിട്ടുള്ള വർക്കാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. ഈ സെയിം വർക്ക് തന്നെയാണ് നമ്മൾ അകത്ത് സ്റ്റെയറിലും ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടിന്റെ അകത്തേക്ക് കയറുമ്പോഴുള്ള ഗേറ്റ് ആണ്. ഗേറ്റിന്റെ ഫുൾ വ്യൂ ആണ് നമ്മളിപ്പോ കാണുന്നത്. ഇതാണ് നമ്മൾ ഗേറ്റ് വന്നത്. നമ്മൾ ഷീറ്റ് അടിച്ചിട്ടേക്കുവാണ്. ഷീറ്റ് അടിച്ചിട്ട് അതിൽ ഗ്രൂ കൊടുത്തിട്ട് പ്രത്യേക ഒരു ഭംഗിയിലാണ്, ഡിസൈനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗേറ്റിന്റെ ഫുൾ വ്യൂ. നമുക്കത് ഗേറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് വീടിന്റെ അകത്തേക്കൊന്ന് കയറാവുന്നതാണ്. നമുക്ക് ഏകദേശം 16 ഫീറ്റ് ലെങ്തിലാണ് നമ്മൾ ഗേറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അകത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് കാർ പോർച്ച്. കാർ പോർച്ച് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വാർത്ത് ഇട്ടിട്ടില്ല. കാരണം വാർത്ത് ഇടുമ്പോൾ നമുക്കൊരു പില്ലർ വരുമ്പോൾ നമുക്ക് ഒരു വണ്ടിയൊക്കെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് കയറ്റിടാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ട് നമ്മളത് ഷീറ്റ് ഇട്ടിട്ട് 2, 3, 4 വണ്ടികൾ കയറാനുള്ള സ്പേസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീടിന്റെ കാർ പോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കാർ പോർച്ചിന്റെ ഒരു സൈഡിലായിട്ട് നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ചെടികളൊക്കെ സെറ്റ് ചെയ്ത് അതിൽ തന്നെ നമ്മളൊരു ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സോളാറിന്റെ ലൈറ്റ് ആണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നൈറ്റ് ടൈമിൽ നമുക്ക് ഇവിടെ സെൻസറബിൾ ആണ്. നമ്മൾ അടുത്ത് വരുമ്പോൾ മാത്രമേ ഇത് കത്തുള്ളൂ. അത് നൈറ്റിൽ മാത്രമേ വ്യൂ ഉള്ളൂ. അതേപോലെ തന്നെ കടപ്പ വിരിച്ചിട്ടുണ്ട് നമ്മൾ. അതിലൊരു പുല്ലിന്റെ ആർട്ടിഫിഷ്യൽ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പുല്ലിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അകത്തേക്ക് കയറി വരികയാണെങ്കിൽ സിറ്റ് ഔട്ട് ആണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. കാരണം നമുക്കിപ്പോൾ 3 ചെയറാണ് ഇപ്പോൾ ഈ സിറ്റ് ഔട്ടിൽ ഓൾറെഡി ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ 1, 2 ചെയറും കൂടി നമുക്ക് ഇവിടെ സിറ്റ് ഔട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു എന്താ പറയാ, ഒരു വലിയ ചെടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഭംഗിക്കും അലങ്കാരത്തിനും വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നതാണ്. അതേപോലെ നമ്മൾ ഫ്രണ്ട് സൈഡ് തന്നെ ഇവിടെയും ഒരു ചെടി നടാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗാർഡൻ ആയിട്ട് നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് അവർക്കൊരു തെങ്ങ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു തെങ്ങും കൂടി ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മളിവിടെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് നേരെ ഈ ബാൽക്കണി നമ്മുടെ വീടിന്റെ അകത്ത് വീടിന്റെ ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഷീറ്റ് ഇട്ട ഒരു പറകോള ടൈപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വീണ്ടും വേണമെങ്കിൽ ചെടികളൊക്കെ, തൂക്കിയിടുന്ന ചെടികളൊക്കെ, നമുക്ക് മണി പ്ലാന്റ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. നമ്മൾ നോർമലി ഒരു ഗാർഡനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഇരിക്കാം എന്നുള്ള സെറ്റപ്പിലൊക്കെയാണ് നമ്മൾ ഈ ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത് നമ്മളിത് തേക്ക് ഫിനിഷിലാണ് ഈ വീടിന്റെ ഡോർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പാനലിങ്ങും അതേപോലെ തന്നെ ഡോറും ഫുൾ തേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വിൻഡോയും, ഫ്രണ്ട് വിൻഡോയും നമ്മൾ തേക്കിലാണ് ഫർണിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറുവാണ്. അപ്പൊ അകത്തേക്കുള്ള വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട് കയറുമ്പോൾ തന്നെ ലിവിംഗ് ആണ് വരുന്നത്. ലിവിംഗ് അത്യാവശ്യം നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലിവിംഗിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് 6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള കോർണർ സെറ്റിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഭിത്തിയിൽ നേരെ നമ്മളൊരു വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 3 ഫ്രെയിം അടിച്ചിട്ട് നമുക്ക് ചെടിയൊക്കെ വെക്കാവും, അല്ലെങ്കിൽ എന്തെങ്കിലും
ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഭിത്തി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മള് ഡോർ വിൻഡോയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിൻഡോയിൽ നമ്മള് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാച്ചിങ് പ്രൊഫൈലിലുള്ള രീതിയിലുള്ള കർട്ടനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഇച്ചിരി കോസ്റ്റ്ലി ഉള്ള കർട്ടനാണ് നമ്മളിപ്പോ ഇതിലേക്ക് ലിവിംഗിലേക്കൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി അടുത്തത് വരികയാണെങ്കിൽ നമ്മള് പാർട്ടീഷൻ ബോർഡാണ്. ഇതിപ്പോ ഒരു പുതിയൊരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു വ്യൂ ആണ് നമ്മൾ ഇത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ഫുൾ തേക്കിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. തേക്കിന്റെ വിനീർ ഒട്ടിച്ചിട്ടുണ്ട്. അത് തേക്കിന്റെ വുഡും അതേ രീതിയിലാണ് നമ്മളിവിടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീലിംഗ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള സീലിംഗ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് വർക്ക് ഉണ്ടോന്ന് വെച്ചാൽ വർക്കില്ല. നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് രീതിയിലാണ് നമ്മൾ സീലിംഗ് ഫുൾ വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ അലങ്കാരത്തിനായിട്ട് നമ്മൾ റെയിൽവേ ക്ലോക്കാണ് നമ്മൾ പാർട്ടീഷന്റെ സെന്ററിൽ തന്നെ നമ്മൾ തൂക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഫുൾ വുഡില് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇത് എല്ലാം തേക്കിന്റെ വിനീർ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ വിൻഡോയിലും നമ്മൾ ഫുൾ ഫർണിഷാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വിൻഡോയിലും പാനലിംഗ് എല്ലാ വിൻഡോയിലും നമ്മൾ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ ലിവിംഗ് കഴിഞ്ഞ് അപ്പർ ലിവിംഗിലേക്കാണ് വരുന്നത്. അപ്പർ ലിവിംഗിൽ ഫസ്റ്റ് നമ്മൾ TV ഏരിയയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഇത് സെയിം മെറ്റീരിയൽ തന്നെ തേക്കിന്റെ വിനീർ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ഒരു ടി വി സെറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ TV യൂണിറ്റ് സെറ്റ് ആക്കിയിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 3 സീറ്റ് സെറ്റിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഇതൊരു പവർ വൈസ് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ ഇതൊരു അയൺ ചെയ്യാനുള്ള ഒരു ടേബിൾ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആർക്കും തടസ്സമില്ലാത്ത രീതിയിലാണ് ഈ അയൺ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് ചെല്ലുകയാണ്. നമ്മൾ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് 8 സീറ്റ് ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ തേക്കിൽ വന്ന തേക്ക് തടിയിൽ വരുന്ന ടേബിൾ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോപ്പിൽ നമ്മൾ നാനോ വൈറ്റിന്റെ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ് നമ്മളിവിടെ ടോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നേരിട്ട് വരികയാണെങ്കിൽ വാഷ് ബേസിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് 3 പറകോള വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ തേക്കിന്റെ വിനീറിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനും വാഷിംഗ് ഏരിയയും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. അതേപോലെ 3 ഡോർസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് താഴത്ത്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് അപ്പുറത്തും ഫ്രണ്ട് വ്യൂ കാണിച്ച സമയത്ത് നമ്മൾ ഇവിടെ ഒരു ബാൽക്കണിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മള് ഡൈനിങ് ഏരിയയിൽ നിന്ന് ബാൽക്കണിയിലേക്ക് വരുന്ന ഡോറ്. ഇത് നമ്മുടെ സ്റ്റീൽ ഡോറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിലാണ് നമ്മൾ ഡോറ് വരുന്നത്. ഒരു വിൻഡോയും ഡോറുമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഞാൻ ഇത് പുറത്തു നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ലാൻഡിങ് സ്പേസ്. അത്യാവശ്യം നമുക്ക് വന്നിരിക്കാനും രാത്രി വൈകുന്നേരങ്ങളിൽ നമുക്ക് ഒരു ചായയൊക്കെ കുടിക്കാനും കാറ്റൊക്കെ കൊണ്ടിരിക്കാവുന്ന നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിൽ 3 ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഫ്ലവർ വേസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മളവിടെ വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റീൽ ഡോറ്, റൈറ്റ് സൈഡ് നമ്മുടെ വാഷിംഗ് ഏരിയ, മുകളിലേക്ക് 3 പറകോള സെറ്റ് ചെയ്തിട്ട് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഭിത്തി നമ്മള് വാൾപേപ്പറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ നേരെ ഡബിൾ ഹൈറ്റിന്റെ നേരെ മുകളിലേക്ക് ലൈറ്റ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലൈറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഭംഗിയും അലങ്കാരവും കൂടാവുന്ന രീതിയിലാണ് ഈ ഡൈനിങ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന് അവിടുത്തെ വ്യൂ. നമ്മൾ കയറി വരുമ്പോ തന്നെ നമുക്ക് ബാത്റൂമിലേക്ക് നമുക്ക് ബെഡ്റൂമിലൊരു ഇത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോ തന്നെ റൈറ്റ് സൈഡിലാണ് നമ്മൾ ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലാണ് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്തേക്കുന്നത്. കയറി വരുമ്പോ തന്നെ വാഷ് ബേസിൻ, അതുപോലെ തന്നെ ഷവർ ഒക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതി കൺസീൽഡ് ആയിട്ടുള്ള നമ്മൾ ക്ലോസറ്റ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലഷ് കൺസീൽഡ് ആണ് നമുക്ക്, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതും നല്ല കൂടിയ മെറ്റീരിയൽ, ജാഗൂറിന്റെ മെറ്റീരിയൽ ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മൊത്തം. ഇതിലെ ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് എല്ലാം ജാഗൂറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്നിട്ട് നേരെ ബാത്റൂമിൽ നേരെ വരുമ്പോൾ തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്.
ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കബോർഡ്സ് വരുന്നത്. 3 ഡോറായിട്ടാണ് നമ്മൾ ഈ കബോർഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ 3 ഡോർ എന്നുള്ള രീതിയിലാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഡ്രോയും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ് സ്പേസ് വരുന്നത്. നമ്മൾ ഈ ബെഡിന്റെ നമ്മൾ ഇവിടെ തന്നെ ഇട്ട് പണിയിപ്പിക്കുകയാണ് ചെയ്തത്. കട്ടിൽ നമ്മൾ ഇവിടെ തന്നെ ഇട്ടിട്ട് മൾട്ടിവുഡിൽ നമ്മൾ പണിയിച്ചെടുത്തതാണ് കട്ടിൽ എന്ന് പറയുന്നത്. അത് ഫുൾ ഫർണിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വിൻഡോ സാധാരണ ഉള്ള വിൻഡോയെക്കാട്ടിയും ഒരിത്തിരി വ്യത്യാസപ്പെടുത്തിയാണ് നമ്മളിവിടെ വിൻഡോ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ വിൻഡോ വെക്കുന്നുണ്ടെങ്കിലും നമ്മളത് ഫ്രണ്ടിലേക്ക് കയറിയാണ് നമ്മുടെ വിൻഡോസ് വരാറ്. നമ്മളിത് അകത്ത് കുറച്ച് തള്ളിയാണ് ഇട്ടേക്കുന്നത്. കാരണം നമുക്കിപ്പോ ഒരാള് കൂടുതലുണ്ട്, ഒരു കൊച്ചുങ്ങളുണ്ട്, വലിയ ആൾക്കാർക്ക് വരെ നമുക്ക് ഇവിടെ ഒരു കിടക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ചെറിയ തലങ്ങണിയിട്ട് ഒരു പാവിട്ട് നമുക്ക് ഒരു ചെറിയ ബെഡ് ഉണ്ടാക്കി ഈ സ്പേസിൽ ഇട്ടാലും നമുക്കിവിടെ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം. ആ രീതിയിലാണ് നമ്മൾ ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടികൾക്ക് ആയാലും അത്യാവശ്യം അത് കിടക്കാൻ പറ്റിയില്ല, ഒരു ചെയർ ഇട്ട് നമുക്ക് പഠിക്കാനും ഇരിക്കാനും ഒരു ടേബിൾ എന്നുള്ള രീതിയിലും ഒരു കട്ടിൽ എന്നുള്ള രീതിയിലും കൂടിയാണ് നമ്മൾ വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജനലെല്ലാം നമ്മൾ ഫുള്ളി ഫർണിഷ്ഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ജനലിന്റെ ഫ്രെയിമൊക്കെ ഫുൾ പാനലിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാം തേക്കിന്റെ വിൻഡോസ് ആണ് നമ്മൾ വരുന്നത്. കട്ടില് ആൻഡിലാണ് നമ്മൾ കൊടുത്തിരുന്നത്, പക്ഷെ ഫ്രെയിമൊക്കെ നമ്മൾ തേക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഡൈനിങ്ങിന്റെ അപ്പർ ലിവിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയർ കേസിന്റെ ചേർന്ന് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ സെക്കൻഡ് ബെഡ്റൂം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ബെഡ്റൂമിന്റെ അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ സെക്കൻഡ് ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെയിം വിൻഡോയും സെയിം രീതിയിലും ആണ് നമ്മൾ ബെഡ്റൂം മൊത്തത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കബോർഡ് വർക്കും സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ കബോർഡ് വർക്കും ചെയ്തിരിക്കുന്നത്. നമ്മളപ്പോ ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ കബോർഡിൽ തന്നെയാണ് നമ്മൾ മിറർ കൊടുത്തിരിക്കുന്നത്. കുറച്ച് സ്പേസിന്റെ ഒരു അപാകത ഉള്ളത് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പത്തിനുള്ള രീതിയിൽ നമ്മൾ ബെഡ്റൂമിന്റെ കബോർഡുമാണ് നമ്മൾ ഇവിടെ മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാത്റൂം വരികയാണെങ്കിൽ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലാണ് ബാത്റൂം വരുന്നത്. സെയിം നേരത്തെ കണ്ട ബാത്റൂം അല്ല, അതിനെക്കാട്ടി കുറച്ചും കൂടി സ്പേസ് കൂടുതലുണ്ട് ഇതില്. അതേപോലെ തന്നെ അതിന് ഫ്രണ്ടിൽ വാഷ് ബേസിൻ, കബോർഡ് വർക്ക്, അതേപോലെ സെയിം ക്ലോസറ്റ് ആണ് നമ്മൾ അവിടെയും ആ ബാത്റൂമിൽ ഈ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. നമ്മൾ അപ്പർ ലിവിംഗിന്റെയും ഡൈനിങ്ങിന്റെയും സെന്ററിലായിട്ട് നമ്മൾ കിച്ചണിലേക്കുള്ള ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ തേക്ക് തന്നെ നമ്മൾ ഈ ഡോർ സെറ്റ് ചെയ്തത്. സെന്ററിൽ ഗ്ലാസ് ഇട്ട് ഉള്ള രീതിയിലാണ് നമ്മൾ കിച്ചണിന്റെ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ഉള്ളത് ഗ്യാസ് അടുപ്പാണ്. 3 ബർണറിന്റെ ഗ്യാസ് അടുപ്പും അതിന്റെ മേളിൽ ചിമ്മിണിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മേളിലായിട്ട് ഒരു ചെറിയ ഡ്രോവറും കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചിമ്മിണിയുടെ ഇത് പോയിരുന്ന ഡ്രോവറിന്റെ ഉള്ളിൽ കൂടിയാണ് പോയേക്കുന്നത്. ഇതാണ് നമ്മുടെ കബോർഡ് വർക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഫുള്ളി കബോർഡ് വർക്കാണ്. നമുക്ക് ഒരു സ്പേസ് പോലും ഇവിടെ കബോർഡ് ഇല്ലാത്തതായിട്ട് കാണാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള രീതിയിലാണ് നമ്മളിവിടെ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു ഫുൾ സ്റ്റാൻഡായിട്ടുള്ള ഒരു കബോർഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗ്ലാസസ് വെക്കാം, നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും വെക്കാം. ആ രീതിയിലും അവന്റെ അകത്തൊരു ലൈറ്റ് പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് മൊത്തം ഒരു വ്യൂ കിട്ടാവുന്ന രീതിയിലും ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഓവൻ വെക്കാം, നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉപകരണങ്ങൾ നമുക്ക് ഇവിടെ വെക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ കിച്ചന്റെ റൈറ്റ് സൈഡ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെയും ഒരു ഷെൽഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കിച്ചണിൽ നേരെ വർക്ക് ഏരിയയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റില്ല, രണ്ടും ഒരേപോലത്തെ കിച്ചണാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെയിം കബോർഡ് വർക്കും ഉള്ള രീതിയിലാണ്. നമ്മളിപ്പോ ഈ ഒരു സ്റ്റാൻഡ് കബോർഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കിതൊരു വെറൈറ്റി സെറ്റപ്പിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമ്മളെ ഡോറ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഫുൾ ഐറ്റംസ് നമ്മുടെ അടുത്തേക്ക് വരുന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ അക്കർലക്കിലാണ് നമ്മളിവിടെ ഷീറ്റ് അക്കർലക്കിലാണ്, മൾട്ടിവുഡിലെ അക്കർലക്ക് വെച്ചിട്ടാണ് നമ്മളിത് ഫുൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ വർക്ക്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്യാസ് അടുപ്പ് വെക്കാനുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ സിങ്ക് വരികയാണെങ്കിൽ ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെയിം അവിടുത്തെ യൂസിങ് തന്നെ ഇവിടെയും സെയിം കിട്ടും. അപ്പൊ നമുക്ക് കിച്ചണിലുള്ള ഒരുപാട് തിരക്കും ബുദ്ധിമുട്ടും നമുക്ക് ഈ 2 കിച്ചൺ ഉള്ളത് കൊണ്ട് നമുക്ക് ഉപകാരപ്പെടാം. അതുപോലെ തന്നെ നമ്മളൊരു പുറത്തേക്ക് വേറൊരു
വർക്ക് ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വെക്കാം, അതുപോലെ തന്നെ സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പ് വെക്കാനുള്ള ഒരു സ്പേസ് വരെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുറത്തുള്ള വർക്ക് ഏരിയയിൽ തന്നെയാണ് നമ്മൾ കിണർ വരുന്നത്. നമ്മൾ ആ കിണറും നമ്മളിവിടെ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഇപ്പോഴും വെയിലായാലും മഴയായാലും എല്ലാ സമയത്തും വെള്ളം കിട്ടുന്ന രീതിയിലുള്ള ഒരു കിണറാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നേരെ വരുന്നത് ഇവിടെ ഒരു ബാത്റൂം, പുറത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാത്റൂമും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാത്റൂമാണ്. അതും നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ കൂടുതലും പുറത്തുള്ള പെണ്ണുങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പുറത്തെ ബാത്റൂം ആയിരിക്കും. എപ്പോഴും ബാത്റൂമിലും ബെഡ്റൂമിലുള്ള ബാത്റൂമിൽ നമ്മൾ കയറാറില്ല. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് നേരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ റൈറ്റ് സൈഡായിട്ട് അവിടെ അലക്കാനുള്ള രീതിയിലുള്ള ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ പണി കുറച്ചും കൂടി ഉണ്ട്. ഫിനിഷിംഗ് വർക്ക്, പെയിന്റിങ്ങിന്റെ ഒക്കെ ഫിനിഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ സാധനങ്ങളൊക്കെ കിടക്കുന്നത്. നമുക്ക് അവിടെ അലക്കാനുള്ള ഒരു അലക്കലും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ മുകളിലേക്ക് സ്റ്റെയർ കേസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. നമ്മളിവിടെ ഒരു സ്റ്റഡി ഏരിയ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെയറിന്റെ സൈഡിലായിട്ടൊരു സ്റ്റഡി ഏരിയ പിള്ളേർക്ക് പഠിക്കാൻ 2, 3, 4 കുട്ടികൾക്ക് വരെ ഇരുന്ന് പഠിക്കാവുന്ന രീതിയിൽ നമ്മൾ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ചെയറിട്ട് ഡ്രോയും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ ജനലും വെച്ചിട്ടുണ്ട്. വിൻഡോ വെച്ചൊക്കെ കൊണ്ടിട്ട് അവർക്ക് എയർ പാസിങ്ങിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഫുൾ ഫർണിഷ് ആയിട്ടാണ് നമ്മൾ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ട് നമ്മൾ ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു ഏരിയയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഇൻവെർട്ടർ വെക്കാം, അത്യാവശ്യം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാവുന്ന രീതിയിൽ അതും ഫർണിഷ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഡോറായിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസ് എന്ന് പറയാ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുണ്ട്. കുറച്ച് കോസ്റ്റ്ലി തന്നെയല്ല, നമുക്ക് കുറച്ച് ടൈം അധികം എടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റെയർ കേസിന്റെ വർക്ക് ചെയ്തെടുക്കാം. കാരണം നമ്മുടെ സ്ക്വയർ ട്യൂബില് ഇത് അടിച്ചെടുക്കാൻ ഒരുപാട് ടൈം ഇതിനു വേണ്ടി ചെലവഴിച്ചു. ഏകദേശം ഒരു 1.5 മാസത്തിന്റെ അടുക്ക് പിടിച്ചു. സ്റ്റെയർ കേസും നമ്മൾ അതേപോലെ ഫ്രണ്ടിൽ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. ഫ്രണ്ടിലെ ആ ബാൽക്കണിയിലും നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുത്തു. ഏകദേശം 2 മാസത്തിന്റെ അടുക്കെ വന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഭംഗിയും ഒരു വെറൈറ്റിയും ഉണ്ട്. മേളിൽ നമ്മൾ തേക്കിന്റെ ഫുൾ വുഡാണ് നമ്മൾ തേക്കിന്റെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മേളിൽ പാനലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, കൈവരിയായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് തേക്കാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ ഗ്രാനൈറ്റ് ആണ് നമ്മുടെ സ്റ്റെയർ കേസിന്റെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ കയറി വരുന്ന ഭിത്തിയിൽ തന്നെ സെന്ററിലായിട്ട് സ്റ്റെയർ കേസിന്റെ ഈ ഭിത്തിയിൽ നമ്മൾ വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറകോള നമ്മൾ ഗ്ലാസ് ഇട്ട് കളഞ്ഞേക്കാണ് അവിടുന്ന്. എന്നിട്ട് നമ്മൾ വാൾപേപ്പർ ആണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സൈഡിൽ 3 ഫർണിഷിംഗ് ആയിട്ടുള്ള 3 ഫ്ലവേഴ്സ് വെക്കാനുള്ള ബോർഡ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മേളിലേക്കുള്ള സ്റ്റെയർ കേസിന്റെ എൻട്രി വരുന്നത്. നമ്മൾ നേരെ വരുമ്പോ തന്നെ ഇവിടെ വിശാലമായ ഒരു ഹാളാണ് നമ്മൾക്ക് മുകളിലത്തെ നിലയിലേക്ക് കയറി വരുമ്പോ തന്നെ കിട്ടുന്നത്. അവിടെ തന്നെ നമ്മളൊരു കോർണർ സെറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വർക്ക് കൂടി നമ്മൾ സെന്ററിൽ ഒരു ഊഞ്ഞാല പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിശാലമായിട്ട് ഇവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്കും നമുക്ക് ഊഞ്ഞാലിരുന്ന് ആടാം, ഉല്ലസിക്കാം. കാരണം വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മുകളിലും 2 ബെഡ്റൂമാണ് ഉള്ളത്. സെയിം താഴത്തെ തന്നെ രീതിയിലുള്ള ബെഡ്റൂമാണ് നമ്മൾ മുകളിലും കൊടുത്തിരിക്കുന്നത്. സെയിം കബോർഡ് വർക്കുകളും സെയിം വിൻഡോയും ഒക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാത്റൂമും എല്ലാം നമ്മൾ സെയിം രീതിയിലാണ്. നമ്മൾ ഇതിൽ ഫുള്ളി ഫർണിഷ്ഡ് ആക്കി നമ്മൾ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ മേളിലുള്ള ആൾക്കാർക്ക് മേളിൽ താമസം കുറവാണ്. കാരണം അതിനുള്ള ആൾക്കാരുള്ളൂ, ഈ വീട്ടിലെ അംഗങ്ങളുള്ളൂ. അപ്പൊ മേളിൽ എന്തെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ മേളിൽ യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ മേളിൽ താഴത്തേക്ക് ഡബിൾ ഹൈറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അതിലേക്കുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ അവിടെയും സെയിം ഹാൻഡ് റെയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ സെയിം രീതിയിലും സെയിം വർക്കാണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ ലൈറ്റിന്റെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അതിമനോഹരമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ആ വാൾപേപ്പറും ആ ലൈറ്റിന്റെ വ്യൂവും കൂടി വരുമ്പോൾ നല്ല ഭംഗിയിലാണ് നമുക്കിപ്പോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഡബിൾ ഹൈറ്റ് നമുക്ക് കാണാവുന്നത്. അടുത്തായിട്ട് നേരെ അടുത്ത ബെഡ്റൂമിലേക്കാണ്. സെയിം താഴത്ത് കാണിച്ച അതേ ഫീലിംഗിൽ തന്നെയുള്ള ബെഡ്റൂമാണ്. സെയിം വിൻഡോ, അതുപോലെ സെയിം കബോർഡ്. ഇവിടെ കബോർഡിന്റെ വർക്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ നേരത്തെ താഴത്ത് കാണിച്ച റൂമില് നമ്മള്
അവിടുത്തെ ഒരു എന്താ പറയാ ഡ്രസ്സിംഗ് ഏരിയ ആ സൈഡായിരുന്നു. നമ്മൾ മറിച്ച് ഈ കബോർഡിൽ വന്നപ്പോ നമ്മൾ ഇവിടെ ഒരു ടേബിളും ഒരു 2 ഡ്രോയായിട്ട് നമുക്ക് ഇരിക്കാം, പഠിക്കാം, ലാപ്ടോപ്പ് വെച്ച് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ കബോർഡ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ അധികം ഉപയോഗമില്ല, താഴത്ത് തന്നെ കിടക്കാനുള്ള ആൾക്കാരുള്ളൂ ഈ വീട്ടില്. പിന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ സീലിംഗ് വർക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നേരെ വലിയ ഹാളിൽ നിന്ന് നേരെ വരുന്നത് പുറത്തേക്ക് പോണ ബാൽക്കണിയാണ്. നേരത്തെ താഴത്ത് നിന്ന് ഈ ബാൽക്കണി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബാൽക്കണിയുടെ വ്യൂ വരുന്നത്. അത്യാവശ്യം നമുക്ക് നൈറ്റിലേക്ക് ഇരുന്ന് കാറ്റ് കൊള്ളാവുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ അകത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഹാളിന്റെ റൈറ്റ് സൈഡിൽ പുറത്തേക്ക് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിലത്തെ നിലയിലേക്ക് കയറാനുള്ള രീതിയിലാണ് നമ്മൾ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയ ഒരു ബാൽക്കണി ഏരിയ ആയിരുന്നു. നമ്മളിപ്പോ ഇവിടെ നമുക്ക് ഷീറ്റ് ഇട്ടൊന്നും മറക്കണം. ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഫുൾ ബെറ്റ് കെട്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഷീറ്റ് ഇട്ട് മറച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ജിംനേഷ്യം സെറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മളിവിടെ ഏകദേശം നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ജിമ്മിന്റെ വർക്കും കാര്യങ്ങളും വർക്കൗട്ട് ചെയ്യാനും എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് നമ്മൾ ഇവിടുന്ന് നേരെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് ഇതിലെ പോവാം. അതുപോലെ തന്നെ നമ്മൾ ടാങ്ക് വെച്ചിരിക്കുന്നത് വാട്ടർ ടാങ്ക് നമ്മൾ സ്റ്റീലിന്റെ വാട്ടർ ടാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല, ഇപ്പൊ എല്ലാവരും മറ്റേ വാട്ടർ ടാങ്ക് ഒക്കെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ പോകും. വെള്ളത്തിനുള്ള രുചി വ്യത്യാസങ്ങളും പ്ലാസ്റ്റിക് ആയതുകൊണ്ടിട്ട് അപ്പോൾ നമ്മൾ സ്റ്റീൽ വാട്ടർ ടാങ്ക് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ അതിന്റെ ഇത് വരുന്നത് താഴത്തായതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. നമ്മൾ സ്റ്റെയർ കേസിന്റെ ലെഫ്റ്റ് സൈഡിൽ കയറി വരുമ്പോൾ ടോപ്പിലായിട്ട് നമ്മൾ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ കൊടുത്തതാണ്. നമ്മൾ അതിന്റെ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ട് പുറത്ത് ബ്ലാക്ക് ഗ്ലാസ് ഇട്ടേക്ക്. അത് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിൽ കാണാൻ പറ്റിയ ഗ്ലാസ്. നമ്മൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള രീതിയിലാണ് നമ്മൾ ഗ്രില്ല് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പൊ അത്യാവശ്യം ഒരു വീടിന്റെ വർക്കായിട്ടാണ് നമ്മൾ വന്നത്. ഇനിയിപ്പോ നാളെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അതിപ്പോ വീടിന്റെ ആവാം, അല്ലെങ്കിൽ വേറെ പലതും ആവാം. നമ്മുടെ ഫ്രണ്ട് ഇന്ന് വീഡിയോയിൽ ഉണ്ടായില്ല, കാരണം അവർക്കൊരു ചെറിയൊരു സുഖക്കേട് ഉണ്ട്. പനി, തലവേദനയുടെ ഒക്കെ ഒരു ലക്ഷണങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ആളൊരു മൂഡ് ഓഫിലാണ്. ആളെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അപ്പോ നമ്മുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ എല്ലാവരും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.